പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിന് മാപ്പ് ചോദിച്ച് SFI സിദ്ധാർത്ഥിന്റെ കുടുംബത്തോട് മാപ്പ് ചോദിക്കുകയാണെന്ന് SFI സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഇഫ്സൽ ചാനൽ ചർച്ചയിൽ പറഞ്ഞു. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ കുടുംബത്തിന് മുന്നിൽ തലകുനിക്കുകയാണ്. സംഘടന തെറ്റ് സമ്മതിക്കുന്നു. ഇക്കാര്യത്തിൽ ആത്മപരിശോധന നടത്തും. ഇപ്പോൾ സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന് മുന്നിൽ തലകുനിച്ച് നിൽക്കുകയാണ്. കുടുംബത്തോട് മാപ്പ് ചോദിക്കുകയാണെന്നും അഫ്സൽ പറഞ്ഞു. വിദ്യാർത്ഥിയുടെ വീട്ടിൽ പോയി സംസ്ഥാന പ്രസിഡന്റ് അച്ഛനോടും അമ്മയോടും മാപ്പ് പറഞ്ഞിരുന്നുവെന്നും അഫ്സൽ വെളിപ്പെടുത്തി. സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ കുടുംബത്തെ സന്ദർശിച്ചത് പറയാനുള്ളത് മുഴുവനും കേട്ട് തലകുനിച്ചു നിന്നതായാണ് അഫ്സൽ പറഞ്ഞത്. ഞങ്ങളുടെ സംഘടനയിൽപ്പെട്ടവർ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു. അത് വെച്ച് പൊറുപ്പിക്കാനാവില്ല. SFI പ്രവർത്തകരെ സംഘടന ആഗ്രഹിക്കുന്ന തരത്തിൽ നയിക്കാൻ കഴിയാത്തത് ഒറ്റപ്പെട്ട സംഭവമാണെങ്കിൽ പോലും അംഗീകരിക്കാൻ കഴിയില്ല. ഇതിൽ ഞങ്ങൾ തലകുനിക്കുകയാണ്, മാപ്പപേക്ഷിക്കുകയാണ്. സംഘടന ആത്മപരിശോധന നടത്തും, അഫ്സൽ പറഞ്ഞു. ഇതിനിടെ മുഖ്യപ്രതി സിൻജോയുമായി ഹോസ്റ്റലിൽ പോലീസ് ഇന്നലെ തെളിവെടുപ്പ് നടത്തി. 1 മണിക്കൂറോളമാണ് തെളിവെടുപ്പ് നീണ്ടുനിന്നത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. തെളിവെടുപ്പിൽ ഉടനീളം പോലീസിന്റെ ചോദ്യങ്ങൾ പതറാതെ വ്യക്തമായ മറുപടിയാണ് സിൻജോ നൽകിയത്. സിദ്ധാർത്ഥിനെ ആക്രമിക്കുന്നതിന് നേതൃത്വം നൽകിയത് സിൻജോയാണെന്നാണ് പോലീസ് കണ്ടെത്തൽ. അങ്ങനെയാണ് ഇടിച്ചതെന്ന്. വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ SFIക്കെതിരെ ഗുരുതര ആരോപണവുമായി മുൻ PTA പ്രസിഡന്റ് കുഞ്ഞാമു. ക്യാമ്പസിൽ SFIക്ക് കോടതി മുറിയുണ്ടെന്നും SFI അല്ലാത്തവർക്ക് കോളേജിൽ പ്രവർത്തിക്കാൻ അനുമതിയില്ലെന്നും മുൻ PTA പ്രസിഡന്റ് ആരോപിച്ചു. KSU അടക്കമുള്ള മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ ക്യാമ്പസിൽ ഉണ്ടാകാൻ പാടില്ലെന്നാണ് SFI നിലപാടെന്നും SFIയുടെ ക്രൂരതയുടെ ഇരയാണ് താനെന്നും വെളിപ്പെടുത്തി. ഹോസ്റ്റൽ മുറിയിൽ തൻ്റെ മകൻ്റെ ചോര കൊണ്ട് SFI സിന്ദാബാദ് എന്ന് എഴുതിവെച്ചെന്നും ഭീഷണിപ്പെടുത്തി SFI അംഗത്വം എടുപ്പിച്ചുവെന്നും കുഞ്ഞാമു പറഞ്ഞു. പ്രതികരിച്ചാൽ മകൻ്റെ വിദ്യാഭ്യാസം ഇല്ലാതാകുമെന്നും കരുതി മിണ്ടാതിരുന്നെന്നാണ് വ്യക്തമാക്കിയത്. റാഗിംഗ് ചെയ്തതിനെ തുടർന്ന് സിദ്ധാർത്ഥൻ മരിച്ചതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെയാണ് മുൻ PTA പ്രസിഡന്റിന്റെ ആരോപണം വരുന്നത്. അതേസമയം പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്താനൊരുങ്ങുകയാണ് പോലീസ്. ഗൂഢാലോചനയ്ക്ക് വ്യക്തമായ തെളിവുകൾ അന്വേഷണത്തിൽ ലഭിച്ചതായും മർദ്ദനത്തിന് പിന്നിൽ വ്യക്തമായ ആസൂത്രണമുണ്ടെന്നും പോലീസ് അറിയിച്ചു. വീട്ടിലേക്ക് പോയ സിദ്ധാർത്ഥനെ വിളിച്ചു വരുത്തിയത് ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നുവെന്നും മർദ്ദനത്തിന് മുമ്പും ഗൂഢാലോചന നടന്നതായും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാക്കി. റിമാൻഡ് റിപ്പോർട്ടിൽ ഗൂഢാലോചനാ കുറ്റം ഉൾപ്പെട്ടത് വിമർശിക്കപ്പെടുകയാണ്. അതിനിടെ കേസിലെ പ്രതികളായ രഹാൻ, ബിനോയ്, ആകാശ് എന്നിവരുമായി പോലീസ് ക്യാമ്പസിനുള്ളിലെ കുന്നിൻ മുകളിൽ തെളിവെടുപ്പ് നടത്തുകയാണ്. 16-ന് രാത്രി 9 മണിക്ക് ശേഷം സിദ്ധാർത്ഥനെ ആദ്യം എത്തിച്ചു മർദ്ദിച്ചത് ഈ കുന്നിൻ മുകളിൽ വെച്ചായിരുന്നു. കൽപ്പറ്റ DYSP TN സജീവന്റെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് നടക്കുന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.